കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ തൃശൂരിൽ വീണ്ടും ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. കെ മുരളീധരനെ അനുകൂലിച്ചാണ് ഫ്ലെക്സ് ബോർഡ് തയ്യാറാക്കിയത്. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ മുരളീധരൻ ചതിയുടെ പത്മവ്യൂഹത്തിൽ പിടഞ്ഞു വീണു തുടങ്ങിയ വാചകങ്ങളാണ് ഫ്ലെക്സിലുള്ളത്. തൃശൂർ DCC പ്രസിഡന്റായി VK ശ്രീകണ്ഠൻ ചുമതല ഏൽക്കാനിരിക്കെയാണ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. വിശദാംശങ്ങൾ നൽകാനായി ലെവിൻ K വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുരളീധരന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് DCCയിൽ അരങ്ങേറിയ കാഴ്ചകൾ. ഇപ്പോൾ വീണ്ടും മുരളീധരന് അനുകൂല ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതും ഇന്ന് VK ശ്രീകണ്ഠൻ DCC പ്രസിഡന്റായി ചുമതലയേൽക്കാനിരിക്കുന്ന ദിവസം തന്നെ. അത്തരത്തിൽ തന്നെയാണ് VK ശ്രീകണ്ഠൻ പാലക്കാട് MP DCC പ്രസിഡന്റായി ഇന്ന് ചുമതല ഏറ്റെടുക്കുന്നത്. KPCCയുടെ നിർദ്ദേശപ്രകാരമാണ്. ഈ ജില്ലയിൽ ഉടലെടുത്ത കോൺഗ്രസിനുള്ളിലെ വിഭാഗീയതയും K മുരളീധരന്റെ തോൽവിയെ തുടർന്നുണ്ടായ പരസ്പര ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരുമെല്ലാം ശക്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സമവായ നീക്കങ്ങൾ നടത്തി ജില്ലയിലെ കോൺഗ്രസിനെ ഉപതെരഞ്ഞെടുപ്പിനും അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനും സജ്ജമാക്കുക എന്ന ചുമതല നൽകിക്കൊണ്ടാണ് VK ശ്രീകണ്ഠനെ സംസ്ഥാന നേതൃത്വം ചുമതല ഏൽപ്പിക്കുന്നത്. പക്ഷേ അത്തരമൊരു സാഹചര്യത്തിലും K മുരളീധരന്റെ അനുകൂലികൾ, K മുരളീധരനെ അനുകൂലിക്കുന്ന പ്രവർത്തകർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ് അത്തരമൊരു സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. VK ശ്രീകണ്ഠൻ ചുമതലയേൽക്കുന്ന ഇന്ന് KPCCയുടെയും DCCയുടെയും പ്രധാന ഭാരവാഹികളുടെ യോഗമുണ്ട്. അതിന് മുന്നോടിയായി ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും K മുരളീധരൻ അനുകൂല പക്ഷം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളൊരു സൂചന നൽകുകയാണ് ഈ ഫ്ലെക്സ് ബോർഡിലൂടെ. K മുരളീധരനെ അനുകൂലിച്ച് സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡിൽ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ മുരളീധരൻ ചതിയുടെ പത്മവ്യൂഹത്തിൽ പിടഞ്ഞു വീണു എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോരാട്ട ഭൂമിയിൽ പിടഞ്ഞു വീണ മുരളിയേട്ട മാപ്പ് നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല തുടങ്ങിയ വാചകങ്ങളാണ് ഫ്ലെക്സ് ബോർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തൃശൂർ DCC പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂരും UDF ചെയർമാനായിരുന്ന MP വിൻസെന്റും കഴിഞ്ഞ ദിവസം K മുരളീധരന്റെ തോൽവിയെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് സ്ഥാനം രാജിവെച്ചിരുന്നു. K മുരളീധരൻ അനുകൂലികളുടെ ഒരു വലിയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് KPCC അത്തരം ഒരു തീരുമാനത്തിലേക്ക്, രാജി ചോദിച്ചു വാങ്ങുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത്. പക്ഷേ അവർ മുന്നോട്ട് വെക്കുന്നതും പറയാതെ പറയുന്നതുമായ കാര്യങ്ങൾ K മുരളീധരന്റെ തോൽവിയിൽ വിട്ടുവീഴ്ചയ്ക്കില്ല. ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ ആളുകൾക്കെതിരെയും നടപടി ഉണ്ടാകണം. ഈ താൽക്കാലികമായി പ്രസിഡന്റിന്റെയും UDF ചെയർമാന്റെയും രാജികൾ കൊണ്ട് തങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല തുടങ്ങിയ സൂചനകളാണ് ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കുന്നതിലൂടെയും മറ്റ് പോസ്റ്റർ പ്രതിഷേധങ്ങളിലൂടെയും അവർ ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും ജില്ലയിൽ ഇന്ന് കോൺഗ്രസിന് പുതിയ അധ്യക്ഷൻ ചുമതലയേൽക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിച്ച് എത്രമാത്രം മുന്നോട്ട് പോകാനാകുമെന്നുള്ളതാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. അതോടൊപ്പം തന്നെ K മുരളീധരന്റെ അനുകൂലികളും K മുരളീധരനും കോൺഗ്രസിൽ ഉയർത്തിയ കലാപക്കൊടി അവസാനിപ്പിക്കാൻ തൃശൂരിൽ വീണ്ടും പോസ്റ്റർ പ്രതിഷേധം K മുരളീധരനെ അനുകൂലിച്ചാണ് ഫ്ലെക്സ് ബോർഡുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ DCC പ്രസിഡന്റായിരുന്ന VK ശ്രീകണ്ഠൻ തൃശൂരിൽ ചുമതലയേൽക്കാനിരിക്കെയാണ് ഈ ഒരു ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് എന്നുകൂടി ശ്രദ്ധേയമാണ്. വിശദാംശങ്ങളാണ് നമുക്ക് ലെവിൻ K വിജയൻ നൽകിയത്.